നമസ്കാരം പ്രിയരെ. നമുക്ക് എന്ത് വിഷമമാണ് നിങ്ങളെ അലട്ടുന്നത്, അതിനെന്താണ് ഒരു പരിഹാരം നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ആദ്യമായിട്ട് 4 ഓഫ് ഫണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. 4 ഓഫ് ഫണ്ട്സ് പറഞ്ഞാൽ വിവാഹം കഴിയാത്തവർ, നല്ലൊരു അതായത് കുറേ കാലമായിട്ട് വിട്ട് അകന്ന് നിൽക്കുന്നവർ, ഇപ്പം ദുബായിൽ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലൊക്കെ ആയിട്ട് ഹസ്ബൻഡ് ഇവിടെ അങ്ങനെയൊക്കെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ വിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഒരു റീയൂണിയൻ ഉണ്ടാവുമെന്നാണ് ഇതിൽ കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളൊരു പാർട്ടി, നല്ല ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ കല്യാണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ടുള്ളൊരു വലിയൊരു ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒത്തുവരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് ആ വിഷമത്തിൽ നിന്നൊരു മോചനം കിട്ടും എന്നുള്ളതാണ്. കല്യാണം കഴിയാത്തവർ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് അകന്ന് നിൽക്കുന്നവർ, അവർക്കൊക്കെ വീട് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ് ഇതിൽ കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. അപ്പോൾ കുട്ടികളില്ലാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഏതൊക്കെ തരത്തിൽ വിഷമങ്ങൾ എന്നുള്ളതിൽ കുട്ടികളില്ലാത്തവരൊക്കെ ഉണ്ടാവും. ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ പറ്റാത്തവരുണ്ടാവും, മാനസികമായിട്ട് അകൽച്ചിലുള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ചേരാനും കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഇതിൽ കൂടിയിട്ട് അർത്ഥമാവുന്നത്. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇതുവരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയിട്ട് നല്ലൊരു വളരെയധികം സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറും. അപ്പോൾ അതിന് എല്ലാ തരത്തിലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നല്ലോണം ഹീൽ, നല്ലോണം പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്നവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്ന ഒരു 4-5 പേർക്കൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ റീഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം. മീൻസ് വാട്സാപ്പിൽ കൂടി മെസ്സേജ് അയച്ചാൽ മതി. അവർക്ക് ഞാൻ എന്നാൽ പറ്റുന്ന തരത്തിൽ ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറ്റുന്നത് നോക്കാം. റീഡ് ചെയ്ത് കൊടുക്കാം കാർഡ് എന്നുള്ളതാണ്. സൊല്യൂഷൻ അല്ല, റീഡ് ചെയ്ത് കൊടുക്കാം. ഇന്നതാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.